നമസ്കാരം. അൽ മുക്താദർ ജ്വല്ലറിയും അത് സംബന്ധിച്ചിട്ടുള്ള ചില സാമ്പത്തിക ദുരൂഹതകളുമാണ് ഇന്ന് ചില ഇടങ്ങളിലൊക്കെ സംസാരിച്ചു വന്നിരിക്കുന്നത്. മറുനാടൻ ഷാജൻ സ്കറിയ കുറച്ച് വീഡിയോകൾ, വളരെ വിശദമായ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാനും അതിനെ സംബന്ധിച്ച് നെഗറ്റീവായും പോസിറ്റീവായും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക സ്ഥാപനം, സാമ്പത്തികമായി ബന്ധപ്പെട്ട ഏതൊരു സ്ഥാപനവും നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം തകർക്കാൻ കഴിയും എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരു സ്ഥാപനത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും കുടുംബത്തോടൊപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ഒക്കെ കണ്ട് സായുജ്യം അടഞ്ഞതാണ് നമ്മൾ പത്തനംതിട്ട ആ മേഖലയിൽ. അതിന് കാരണം അവർ നിക്ഷേപം സ്വീകരിച്ചിരുന്നു. ആ നിക്ഷേപമൊക്കെ പ്രോപ്പർട്ടികളാക്കി ഇടുകയാണ് ചെയ്യുക. ആ പ്രോപ്പർട്ടികളായി കിടക്കുന്ന അത് വളരെ പെട്ടെന്ന് വന്ന് പണം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും എടുത്തു കൊടുക്കാൻ കഴിയില്ല. പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുകയാണ് ചെയ്യാം. വളരെ പെട്ടെന്ന് അത് വിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിലയും കാണില്ല. ഇപ്പോ കൊറോണയ്ക്ക് ശേഷം നമുക്കറിയാം, നോട്ട് നിരോധനത്തിന് ശേഷം ഇങ്ങോട്ട് കൊറോണയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്ഥലവില വളരെ പെട്ടെന്ന് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ആ സാഹചര്യത്തിൽ നേരത്തെ വലിയ വിലയ്ക്ക് വാങ്ങിയിട്ടിരുന്ന ആ സ്ഥലങ്ങൾ ഇന്ന് വിറ്റാൽ നേരത്തെ നമ്മൾ വാങ്ങിയതിന്റെ പകുതി വില മാത്രം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് പണം നിക്ഷേപിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാൻ പണം തികയാത്ത സാഹചര്യം വരും. അങ്ങനെ സാമ്പത്തികമായി വളരെ വലിയ തകർച്ചയിലേക്ക് പോയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നിക്ഷേപം അത്തരത്തിൽ വാങ്ങി സ്വരൂപിച്ചിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ. പിന്നെ വരുന്നത് ജുവലറികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളുമാണ്. പരമാവധി ചെറിയൊരു തുക 700-1000 രൂപയൊക്കെ മാത്രമാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അത്രയൊക്കെ കൊടുക്കാൻ കഴിയും. ഒരു പലിശ ആയിട്ട് കൊടുക്കാനോ 2000-3000 രൂപ ഒരു മാസം കൊടുക്കാനോ ഒന്നും അവർക്ക് സാധിക്കില്ല ലക്ഷത്തിന്. അപ്പോൾ ചെറിയ പണമേ കൊടുക്കാൻ കഴിയുള്ളൂ. വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനം നടന്നു പോകുള്ളൂ. ആ സ്ഥാനത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവർ, അത് എന്തെങ്കിലും ഒരു വ്യാപാരം ഉണ്ടാകും, അതിന്റെ പിന്നിൽ മറ്റ് കച്ചവടങ്ങളോ ട്രേഡിങ്ങോ അടക്കമുള്ള ഒരുപാട് കച്ചവടങ്ങൾ, ഒരുപാട് മേഖലകളിൽ പണം ഇറക്കി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നല്ല ലാഭം വരും, അത് വലിയ ലാഭം വരും. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരാം. കൊറോണയുടെ തൊട്ട് മുമ്പുള്ള സമയത്ത് യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകൾ നല്ല രീതിയിൽ വാങ്ങി വിറ്റുകൊണ്ടിരുന്ന ഒരു ടൈമുണ്ട്. അതായത് പ്രൊമോഷൻ മേഖലയിൽ കണ്ടമാനം സൈറ്റുകൾ വേണം എന്ന നിലയിൽ വന്ന സമയത്ത് 6 ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയ ശേഷം 6 മാസം കൊണ്ട് 12 ലക്ഷം രൂപ ലാഭം കൊടുത്തത് എനിക്കറിയാം. ഒരിക്കലും പോസിബിൾ ആകാത്ത ഒരു എമൗണ്ട് ആണത്. അതായത് 6 ലക്ഷം രൂപയാണ് ഡിപ്പോസിറ്റ് ആയിട്ട് വാങ്ങിയത്. അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങി ഇയാൾ കച്ചവടം ചെയ്ത് 12 ലക്ഷം രൂപ ലാഭം കൊടുത്തു. മൊത്തം 18 ലക്ഷം രൂപ കൊടുത്തു. അതായത് 24 ലക്ഷം രൂപയാണ് അദ്ദേഹം ലാഭം ഉണ്ടാക്കിയത്. അതിൽ നിന്ന് പകുതി അദ്ദേഹത്തിന് കൊടുത്തു. അത് കൊടുക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. ഒരു 10,000 വെച്ചോ ഒരു 5,000 വെച്ചോ കൊടുത്താൽ തന്നെ അദ്ദേഹം സംതൃപ്തനാണ്. പക്ഷെ ഇദ്ദേഹം അതുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ എന്ന് കരുതി ആ പണം തിരിച്ചു കൊടുത്തു. സാധിക്കുന്നതാണ്. അതൊരു ഭീമമായ എമൗണ്ട് അല്ലേ? അതുപോലെ ചില പ്രത്യേക മേഖലകളിൽ പണം മുടക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം വരും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ കാലമാണ്. ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് നല്ല രീതിയിൽ വരുമാനം വരുന്ന പല മേഖലകളും ഉണ്ട്. ഇപ്പൊ ഞാനും അത്തരത്തിലുള്ള ചില മേഖലകൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള മേഖലകളിലേക്ക് പണം ഇറക്കുന്നവർ ആ പണം വളരെ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്നതല്ല. അത് ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്നത് പോലെ ഒരു 6 മാസം ഒരു കച്ചവടം ഒന്ന് ലെവലാകാൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് കുറേശ്ശെ ലാഭം വന്നു തുടങ്ങും. പിന്നീട് 1 വർഷം 1.5 വർഷത്തിന് ശേഷമാണ് അതിൽ മാന്യമായി ഒരു വരുമാനം എന്ന നിലയിൽ അത് വന്നു തുടങ്ങുക. ശരിക്കും ആ സമയം മുതൽ മാത്രമേ നിക്ഷേപകന് പണം കൊടുക്കാൻ കഴിയൂ. പക്ഷെ നമ്മൾ ഇവിടുത്തെ അവസ്ഥ അതല്ല. ഇവിടെ ഇന്ന് ഒരാൾ ഒരു 5-10 ലക്ഷം രൂപ കൊണ്ടൊന്ന് കൊടുത്താൽ അടുത്ത മാസം മുതൽ അവന് വലിയ ലാഭം കിട്ടണം. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. അപ്പൊ അത്തരത്തിൽ ലാഭം കൊടുക്കേണ്ടി വരുമ്പോൾ വീണ്ടും നിക്ഷേപം എടുത്തിട്ട് അതിൽ നിന്നാണ് കൊടുക്കുക. ഇത് ഒന്ന് ലെവലാകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 വർഷമോ 2 വർഷമോ എന്നുള്ളത് ചിലപ്പോൾ 3 വർഷമോ 4 വർഷമോ എടുക്കേണ്ടി വരും. 2 വർഷം അധികം എടുക്കേണ്ടി വരും. ആ സമയം വരെ എത്തിക്കഴിഞ്ഞാൽ അത് സാമ്പത്തികമായി നല്ല രീതിയിൽ അത് പോകും. നല്ല ലാഭം കൊടുത്തുകൊണ്ട് തന്നെ പോകാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും. ഇന്നത്തെ കാലത്ത്, ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആദ്യത്തെ ഒരു 6 മാസമോ 1 വർഷമോ എത്തുമ്പോഴേക്കും വലിയ പ്രതിസന്ധി ആ സ്ഥാപനത്തിൽ തനിയെ ഉണ്ടായി വരും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്ന് നിക്ഷേപം വാങ്ങും. ആ നിക്ഷേപം വാങ്ങുമ്പോൾ അവർക്ക് അവരുടെ ലാഭം കൊടുക്കാൻ വേണ്ടി പലയിടത്തു നിന്നും പണം വീണ്ടും സംഘടിപ്പിക്കേണ്ടി വരും. കാരണം ഈ ബിസിനസ് ഒന്ന് പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ 1-2 വർഷം
എടുക്കും എന്നതുകൊണ്ട് അതുവരെ നിൽക്കാൻ വേണ്ടി പലയിടത്തുനിന്നും പണം പിരിച്ചെന്ന് വരും, പല രീതിയിൽ നിക്ഷേപം സ്വീകരിച്ചെന്ന് വരും. അതൊക്കെ ശമ്പളം കൊടുക്കാനും ആ സ്ഥാപനം നിലനിൽക്കാനും ഈ വാശി പിടിക്കുന്ന വലിയൊരു ഭാഗത്തിന് ഞങ്ങൾക്ക് ലാഭം വേണം, ഞങ്ങൾക്ക് ലാഭം വേണം എന്ന് വാശി പിടിക്കുന്നവർക്ക് ആദ്യം മൂലധനം നിക്ഷേപിച്ചവർക്ക് പണം കൊടുക്കാനും വേണ്ടിയാണ് പിന്നീട് ഈ നിക്ഷേപം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ പണം സ്വീകരിക്കുന്നത് മിക്കവാറും ഏജന്റുമാരായിരിക്കും, സാലറി ശമ്പളം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. കുറെ കഴിയുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ നിക്ഷേപം വരാതെ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ശമ്പളം 1-2 മാസം ചിലപ്പോൾ പെൻഡിങ് ആയെന്ന് വരും. അവിടെ മുതലാണ് ഈ സ്ഥാപനത്തിന് തകർച്ച തുടങ്ങുന്നത്. അത്തരത്തിൽ സാമ്പത്തിക തകർച്ച തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ ശമ്പളം വാങ്ങിയ ആൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യും, ശമ്പളം കിട്ടാതെ വരുമ്പോൾ. ആ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്നത്, അയാളുടെ 1-2 മാസത്തെ ശമ്പളം പെൻഡിങ് ഉള്ളത് മുതലാളിയുടെ നിന്ന് അത് വാങ്ങിയിട്ട് അയാൾ ആദ്യം ചെയ്യുന്നത്, അയാൾ ആരിൽ നിന്നൊക്കെ പണം വാങ്ങി കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്തിട്ടുള്ള വ്യക്തികളോടൊക്കെ ചെന്ന് പറയും, ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇനി എനിക്ക് നിങ്ങളുടെ പണത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങളും കമ്പനിയുമായിട്ട് ആയിക്കോളൂ എന്ന്. സ്വാഭാവികമായും ഈ നിക്ഷേപിച്ച വ്യക്തി വിചാരിക്കും കമ്പനി പൊളിയാൻ പോകുന്നു, പൂട്ടാൻ പോകുന്നു, ഒരു പരിപാടി നടക്കില്ല എന്ന്. അതോടുകൂടി അത് ഇപ്പോൾ ഈ കാലിഫോർണിയയിൽ ഉണ്ടായ തീ പടർന്നല്ലോ, അതിനേക്കാൾ വേഗത്തിൽ അതങ്ങോട്ട് പടരും. അത് പടർന്നു കഴിയുമ്പോൾ ആരൊക്കെ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ അവരെല്ലാവരും കൂടി വളഞ്ഞിട്ടൊരു പിടി അങ്ങോട്ട് പിടിക്കും. അതോടുകൂടി ആ ബിസിനസ് തകരും. കാരണം പിന്നെ അത് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അവർക്ക് ആ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അതല്ലെങ്കിൽ 4 വർഷം ആ ഒരു കാലഘട്ടം വരെ നിൽക്കാൻ കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ അതൊരു വലിയ സാമ്പത്തിക തട്ടിപ്പായി മാറും. അതാണ് നിലവിൽ ഇന്നത്തെ ഇന്റർനെറ്റിന്റെ കാലത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഇനി അത് ജുവല്ലറി കച്ചവടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അൽ മുക്താദിർ ജുവല്ലറി സംബന്ധിച്ചിടത്തോളം അൽ മുക്താദിർ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. അത് ജുവലറിയിൽ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജുവലറിയിലേക്ക് മാത്രമായിരിക്കില്ല ഇതിന്റെ നിക്ഷേപം, മറ്റേതെങ്കിലും ബിസിനസ് മേഖലകളിലൂടെ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് ഒരു പക്ഷേ അദ്ദേഹം അറിയാത്തതായിരിക്കാം. ജുവലറികളാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ജുവലറികൾ മാത്രമാണ് എന്ന് നമ്മൾ കരുതുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അത് മാത്രമാവാൻ സാധ്യതയില്ല. കാരണം ഒരു 3-4 വർഷം ഇത് മുന്നോട്ട് പോകാതെ ഒരു കാരണവശാലും നമുക്കൊരു വലിയ രീതിയിൽ പച്ചപിടിക്കാൻ പറ്റില്ല. ഇത്രയധികം നിക്ഷേപം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് തന്നെ കാലദൈർഘ്യം വരും. മിനിമം ഒരു 5-6 കൊല്ലം വരെ നീണ്ടുപോയി എന്നും വരാം. അതാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അൽ മുക്താദിർ ജുവലറി ഉടമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ആരെയും പറ്റിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹം വലിയ കുഴപ്പക്കാരനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സാധുക്കൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊന്നും ഈ ഒരു സാമ്പത്തിക തകർച്ചയിലും ഇത്തരത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ ആരും പറയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇവിടെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശരിക്ക് ഈ മൻസൂർ എന്ന് പറയുന്ന അൽ മുക്താദിർ ജുവലറി ഉടമ അദ്ദേഹത്തിന് മനസമാധാനത്തോടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള ഒരു അവസരം കൊടുത്തേ പറ്റൂ. ഈ പറഞ്ഞ പണമെല്ലാം അദ്ദേഹത്തിന്റെ ലിക്വിഡ് കാഷായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുവന്ന് ഇട്ട ശേഷം അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ലാഭം തരികയാണെന്ന് കരുതുന്ന അവരുണ്ടെങ്കിൽ തെറ്റി. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴോ ആ പണം എടുത്ത് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ ഇരുന്നേനെ. അത്തരത്തിൽ ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ആയി എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ആ പണം ഉണ്ടാകുക. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ പണമൊക്കെ അത് സംഘടിപ്പിച്ച് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുകയാണ് ഇവിടെ വേണ്ടത്. ആ സ്ഥാനത്ത് ഇവിടെ ചെയ്യുന്നത് എല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പണം വേണം എന്ന് പറയലാണ് പതിവ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആരായാലും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് വലിയ അപകടമാണ്. ഇപ്പോ ഞാനും സാമ്പത്തിക ഇടപാടുകൾ പലരുമായിട്ട് നടത്താറുണ്ട്. ഞാൻ കൊടുക്കാനുള്ള ആൾക്കാർ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പൈസ കിട്ടില്ല, എൻ്റെ മനസ്സമാധാനം പോവും, നിങ്ങൾക്ക് പൈസ കിട്ടാൻ വൈകുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നോളൂ, എനിക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ വരുമാന മാർഗം ഉള്ളത്, അതിൽ നിന്ന് ഞാൻ കുറേശ്ശെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ വേണമെന്ന് വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ചാകുന്നത് വരെ നിങ്ങൾ കാത്തിക്കണം, എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് എടുത്തോളൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞാൽ വാശി ഉണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ, ഇവിടെ ഇരുന്നോളൂ, കിട്ടുന്നത് വാങ്ങി പൊയ്ക്കോളൂ. ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഇത് തന്നെയാണ് ഞാൻ പറയാറ്. കാര്യം കൃത്യമായി കാര്യങ്ങൾ പറയും. ഇവിടെ ഇത്രയധികം ഒരു വലിയ ഒരു എമൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ലിക്വിഡ് കാശ് കയ്യിൽ ഒരു ബിസിനസ്സുകാരന് വെക്കാറില്ല. ഒരു സ്വർണ്ണക്കട മുതലാളിയും കുറെ പണം കൊണ്ടുവച്ചതല്ല ചെയ്യുക, അദ്ദേഹം കുറെ സ്വർണം വാങ്ങി വെക്കുകയാണ് ചെയ്യുക. ആഭരണങ്ങൾ പണിഞ്ഞു വെച്ച് അതിന് ലാഭം തന്നെയാണ് കൊടുക്കുക. അപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ള ആഭരണം വിൽക്കാനുള്ള ഒരു സാവകാശം അവർക്ക് കൊടുക്കണം.
എന്നാൽ മാത്രമേ അവിടെ നിന്ന് നിക്ഷേപം കിട്ടുള്ളൂ. ഇവിടെ അൽമുക്താദർ ജുവലറി സംബന്ധിച്ചിടത്തോളം ഷാജിൻ സ്കറിയ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ജുവലറികളിൽ സ്വർണം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയധികം ജുവലറികൾ തുറന്നു വെച്ചിട്ട് ജുവലറികളിൽ സ്വർണം ഇല്ലാതെ ജുവലറി തുറന്നു വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്കറിയാൻ വയ്യ. പിന്നെ മറ്റൊരു ഒരു പ്രയാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ കട നോക്കി നടത്തുന്ന ഒരാളില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് മുതലാക്കിക്കൊണ്ട് സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോകാനും അല്ലെങ്കിൽ സമ്പത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകാനും ഒരു വിഭാഗം ഉണ്ടാകും. അതും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സ്ഥാപനത്തെ കൊണ്ടെത്തിക്കും. ഏതായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ദുരൂഹത ഉണ്ട്. ആ ദുരൂഹത എന്താണെന്ന് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും. ഇവിടെ അൽമുക്താദർ ജുവലറി ശൃംഖലയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ഒച്ചയും വിളിയും നായിട്ടുണ്ടാക്കി ബഹളം വെച്ച് അവിടെ കിടന്ന് ഗുസ്തി ഉണ്ടാക്കിയിട്ടോ, ഇനി അൽമുക്താദർ ഉടമയെ പിടിച്ച് 4 തല്ല് തല്ലിയിട്ടോ, അദ്ദേഹത്തിന്റെ പേരിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ കേസ് ഫയൽ ചെയ്തിട്ടോ ഒന്നും ഈ പണം കിട്ടാൻ പോകുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നിയമമാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് സമാധാനം കൊടുത്തുകൊണ്ട് എവിടേക്കാണോ ഇതിന്റെ നിക്ഷേപങ്ങൾ, അദ്ദേഹത്തിന്റെ പണം നിക്ഷേപിച്ചിട്ടുള്ളത്, ആ നിക്ഷേപം യഥാപതി അത് എടുത്തുകൊണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ സൗകര്യം ആരും ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പറഞ്ഞത്. വീണ്ടും പറയാനുണ്ട്, വീണ്ടും വരാം. Different angles. Don't forget to subscribe and support this channel.